ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമുക്കൊരു മിനി ഡെക്കറേറ്റീവ് പ്ലാന്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് വീഡിയോയിലൂടെ കണ്ടാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലുള്ളൊരു ചുള്ളിക്കമ്പാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു കമ്പ് ഞാൻ ഈ ഫെവിക്വിക്ക് ഉപയോഗിച്ചാണ് ഒട്ടിക്കാൻ കരുതിയിരുന്നത്. ബട്ട് ഇത് ഒട്ടുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിരുന്നു ഇതുകൊണ്ട് ഇങ്ങനെ കമ്പുകൾ തമ്മിൽ ഒട്ടിച്ചെടുക്കുന്നത്. ഇത് ഒട്ടാത്തത് കാരണം ഞാൻ ഇതുപോലെ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ചാണ് കേട്ടോ ഇവ തമ്മിൽ ഓരോ കമ്പുകളും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചത്. ഇതുപോലെ 3 കമ്പുകൾ ഒന്നിച്ച് ചേർത്തതാണ് കേട്ടോ ഇത്. ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പുകൾക്ക് പെയിൻ്റ് അടിക്കണം. അതിന് ബ്രൗൺ കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്രൗൺ കളർ ഉപയോഗിച്ച് ഈ കമ്പുകളെല്ലാം നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ഞാൻ ഈ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു പോട്ടാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഈ പോട്ടിലേക്ക് നമുക്ക് ഈ കമ്പ് ഇറക്കി വെക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാനുള്ള ലീഫുകൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഇതുപോലുള്ള ഒരു A4 ഷീറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ഇതിനെ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ ലീഫുകളായി നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് പെയിൻറ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ലീഫിൻ്റെ ഷേപ്പിലൊരു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ലീഫുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുറേ ലീഫുകൾ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഗ്രീൻ കളർ യൂസ് ചെയ്ത് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഇതിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കാം. ഞാൻ ഒട്ടിക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു അടിപൊളി പ്ലാന്റായി തോന്നുന്നില്ലേ? ഇനി നമുക്ക് ഓറഞ്ച് യെല്ലോ ഈ 2 പെയിൻറ് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ഈ ഒരു കളറ് ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലുള്ള ഈ ഒരു ബൗളുകളുണ്ടല്ലോ, അഥവാ തെർമോകോളിൻ്റെ ബൗൾസാണിത്. ഇത് നമുക്ക് ഇതിൽ മുക്കിയെടുത്തതിന് ശേഷം ആ പ്ലാന്റിൽ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ കണ്ടാൽ നമുക്കൊരു ഓറഞ്ച് ഫ്രൂട്ടിനെ ഒക്കെ തോന്നിക്കുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ.
ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ ബൗൾ ഒട്ടിക്കാൻ ഞാൻ വേറെ പശയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് അക്രിലിക് പെയിന്റ് ആണ്. ഈ ഒരു പെയിന്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ഒട്ടിക്കുന്നത്. ഇതിന് മറ്റൊരു പശ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ ഇത് ഇതിന്മേൽ ഒട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മിനി പ്ലാൻ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.